Good afternoon, dear students and parents. Welcome back to Study in Lithuania. I am Dr. Titi Varghese, Educational Consultant. Today, I have my student Sheba with me. She is from Kerala. Sheba, namaste. Welcome. First of all, congratulations for your TRP and congratulations for the admission at LSE University, which is a public university based in Lithuania. 2023 സെപ്റ്റംബർ ഇൻടേക്കിൽ ലിത്വേനിയൻ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന പ്രോഗ്രാമിന് പഠിക്കാനായിട്ട് പോകുന്ന സ്റ്റുഡൻ്റ് ആണ് ഷീബ. ഷീബ ഈസ് ഫ്രം ട്രിവാൻഡ്രം. ഷീബയ്ക്ക് 2 വർഷത്തെ TRP അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കിലാണല്ലേ ട്രാവലിങ് ലിത്വേനിയയിലേക്ക്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വലിയ ജേർണിയാണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ എബ്രോഡ് എന്ന് പറയുന്നത്. അതിപ്പോൾ നമുക്ക് നാട്ടിലായാലും ആ ഒരു സെയിം സിറ്റുവേഷൻ ആണ്. എന്തുകൊണ്ടാണ് LSU ലിത്വേനിയൻ സ്പോർട്സ് യൂണിവേഴ്സിറ്റി എന്ന യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനും ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന കോഴ്സ് ചൂസ് ചെയ്യാനും ലിത്വേനിയ എന്നുള്ള രാജ്യത്തിലേക്ക് എത്തിപ്പെടാനും ഉള്ള റീസൺസ്? ഈ സ്പോർട്സ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനായിട്ട് കാരണം മെയിനായിട്ട് അവർ സ്പോർട്സിന്റെ കോഴ്സുകൾ മാത്രമേ ഉള്ളൂ. അവർ മെയിനായിട്ട് സ്പോർട്സിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി UK, ജർമ്മനി അതേപോലത്തുള്ള യൂണിവേഴ്സിറ്റീസിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പം ട്യൂഷൻ ഫീസ് നല്ല കുറവായിട്ട് തോന്നി. ഇപ്പം ലിത്വാനിയയിൽ തന്നെ വേറെയുള്ള കോളേജിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലിത്വാനിയൻ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് കോഴ്സിന് കാര്യം. സാധാരണഗതിയിൽ മാസ്റ്റേഴ്സിന് നമുക്ക് ട്യൂഷൻ ഫീ ഒരു 4,000 euro ഒക്കെ ഒരു വർഷം വരാറുണ്ട്. എന്നാൽ LSE യൂണിവേഴ്സിറ്റിയിൽ ഷീബ പഠിക്കാൻ പോകുന്ന ഈ കോഴ്സിന് ഒരു 2,554 യൂറോയാണ് ആനുവൽ ട്യൂഷൻ ഫീ. 2,554 യൂറോ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കറൻസിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2,27,000 സംതിങ്ങേ വരുന്നുള്ളൂ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പൊ ഞാൻ UK കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്തിരുന്നു ഓൾറെഡി. അവിടെ ഒരു വർഷത്തെ എനിക്ക് സ്പോർട്സിന്റെ മെയിൻ കോഴ്സായിട്ട് എനിക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നത് സ്പോർട്സ് മെഡിസിൻ, ആ ഒരു ഫീൽഡിലായിരുന്നു എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ UK ആദ്യം ഞാൻ സ്റ്റഡി അബ്രോഡ് എന്നുള്ള ഒരു ഡ്രീം മനസ്സിൽ കണ്ടു തുടങ്ങിയപ്പോൾ UK ആണ് ആദ്യം ചൂസ് ചെയ്തത്. പക്ഷെ അതെനിക്ക് അഫോർഡബിൾ അല്ലാന്ന് തോന്നി. 1 ഇയർ ട്യൂഷൻ ഫീ തന്നെ 20 lakh വരുന്നുണ്ട്. പിന്നെ ലീവിംഗ് എക്സ്പെൻസും ഭയങ്കര കൂടുതലാണ് അവിടെ. ആ സമയത്താണ് നമുക്ക് ഇവിടെ 2,70,000 ഒരു വർഷം ട്യൂഷൻ ഫീ വരുന്നത്. പ്ലസ് ലിവിംഗ് കോസ്റ്റ് എന്ന് പറയുന്ന അറിയാമല്ലോ, ലിത്വേനിയ എന്ന് പറയുന്ന രാജ്യത്ത് ഒരുപാട് സ്റ്റുഡൻസ് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ പഠിക്കുന്നുണ്ട്. ഒരു ആവറേജ് സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ഒരു മാസം ലിവിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് മാക്സിമം അവരുടെ അക്കോമഡേഷനും ഫുഡും എല്ലാം കൂടി ഒരു 25,000 to 30,000 വരുന്നുള്ളൂ. അതിൽ തന്നെയും 20,000 രൂപയ്ക്ക് താഴെ സ്പെൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്. എന്നാൽ 75,000-80,000 പെർ മന്ത് സ്പെൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പൊ അതൊക്കെ ഓരോ സ്റ്റുഡന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത്. എപ്രകാരമാണ് ലിത്വേനിയ എന്നുള്ള ഈ ഒരു രാജ്യത്തിനെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചത്? എങ്ങനെയാണ്? ഞാൻ ലിത്വാനിയ എന്നുള്ള രാജ്യം ആദ്യമായിട്ട് ഞാൻ യൂട്യൂബിലാണ് കാണുന്നത്. അത് മാമിന്റെ വീഡിയോസ് ആണ് കാണുന്നത്. സ്റ്റഡി അബ്രോഡ് എന്നുള്ള ഒരു ഡ്രീം തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് കൺട്രീസ് സെർച്ച് ചെയ്തിരുന്നു. നേരെ ചാടിക്കൊരു ലിത്വാനിയ ചൂസ് ചെയ്തതല്ല. UK നോക്കി, ജർമ്മനി നോക്കി, ഫ്രാൻസ് നോക്കി. പിന്നെ ഫ്രാൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റഡി പഠിക്കുന്നത് അവരുടെ ലാംഗ്വേജിലാണ് പഠിക്കുന്നത്. ഇപ്പം ലിത്വാനിയ നോക്കുമ്പോൾ ലിത്വാനിയൻ ആണ് മെയിൻ ലാംഗ്വേജ് എങ്കിലും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ലിത്വാനിയ ചൂസ് ചെയ്തു. പിന്നെ ലിത്വാനിയ എന്നുള്ള രാജ്യത്തെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് മാമിന്റെ തന്നെയാണ്. പിന്നെയാണ് ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെയും കാര്യം, അവിടുത്തെ ലീവിംഗ് കോസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് വേറെയുള്ള സ്റ്റുഡൻസിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ കണ്ടിരുന്നു. മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് തരുന്നത് നമ്മുടെ ഈ ചാനൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും പല യൂണിവേഴ്സിറ്റീസിലും ഡയറക്റ്റ് പോയിട്ട് യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽസുമായിട്ട് ഇന്റർവ്യൂ എടുക്കുന്നതും അവരിൽ നിന്ന് മാക്സിമം ഒരു കോഴ്സിനെ പറ്റിയും അതിന്റെ ട്യൂഷൻ ഫീസിനെ പറ്റിയും വിവിധ സ്കോളർഷിപ്പുകളെ പറ്റിയും സ്റ്റേ ബാക്കിനെ പറ്റിയൊക്കെ ഡയറക്റ്റ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ സ്റ്റുഡൻസിന് കിട്ടുന്നത് പ്രൈമറി ഡേറ്റയാണ്, എപ്പോഴും കിട്ടുന്ന പ്രൈമറി ഡേറ്റയാണ്. അപ്പോൾ ഈ ചാനൽ കണ്ടിട്ടാണ് ഷീബ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്റ്റുഡൻസ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. സോ ഫാർ നമുക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അപ്പൊ ഇൻസ്റ്റഗ്രാമിലൊക്കെ നിങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അവിടെ എത്തിയ സ്റ്റുഡൻസ് അവർ ഷെയർ ചെയ്യുന്ന വീഡിയോസ്, യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഈ ചാനലിലാണ് എങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്റർവ്യൂവും സ്റ്റുഡൻസുമായിട്ടുള്ള ഇന്റർവ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്നുള്ള ആ ഒരു സ്പെസിഫിക് കോഴ്സ് ഷീബ ചൂസ് ചെയ്യാൻ കാര്യം സാധാരണ സ്റ്റുഡൻസ് ഒക്കെ MBA, BBA അല്ലെങ്കിൽ ടൂറിസം, നഴ്സിംഗ്, മെഡിസിൻ ഇങ്ങനത്തെ കോഴ്സസ് ഒക്കെയാണ് നോക്കുന്നത്. അപ്പൊ ഈ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് ഈ കോഴ്സ് ചൂസ് ചെയ്യുന്നത്?
ഈ കോഴ്സ് നമുക്കിപ്പോ LSU പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഷീബയുടെ ഒരു പ്ലാൻ, ഫ്യൂച്ചർ പ്ലാൻ? ഞാനൊരു പ്രൊഫഷണൽ സ്പോർട്സ് പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് തന്നെ എടുക്കുന്നത്. ഇപ്പൊ ചില സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലർ പുറത്തേക്ക് പോകുന്നത് എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് പോകും. അതായത് ഇപ്പൊ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ കേരളത്തിൽ പഠിച്ചത് ഇപ്പൊ ബിസിനസ് ഫീൽഡാണ് കേരളത്തിൽ പഠിച്ചെങ്കിൽ ഇവര് പുറത്ത് പോകണം എന്നുള്ള ഉദ്ദേശത്തോടെ അവർക്ക് അഡ്മിഷൻ കിട്ടുന്നത് ചിലപ്പോൾ മെഡിസിൻ ഫീൽഡോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. UK ആണെങ്കിൽ നമുക്ക് ഇപ്പൊ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്തും പഠിക്കാം, അങ്ങനത്തെ ഒരു ഇതാണ് UK. അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലേക്ക് അവർക്ക് പൈസ മാത്രം മതി. അപ്പൊ അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഇവിടെ കേരളത്തിൽ എന്ത് കോഴ്സ് പഠിച്ചാലും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് കോഴ്സും പഠിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതായിരുന്നില്ല. എന്റെ ഫീൽഡ് സ്പോർട്സ് ആണ്. അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ട് തന്നെ എനിക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ഫീൽഡിൽ തന്നെ PhD ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ കോഴ്സ് ചൂസ് ചെയ്യാൻ കാരണം. പിന്നെ ഇതിന്റെ സ്കോപ്പും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് സ്കോപ്പ് കണ്ടു. ഇപ്പൊ PhDക്ക് ആണെങ്കിലും ഒരുപാട് സബ്ജക്റ്റിന്റെ ഓപ്ഷൻസ് കണ്ടു. ഈ മെയിൻ കോഴ്സിൽ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് PhD ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് ഈ കോഴ്സ് തന്നെ ചൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു വലിയ ചലഞ്ച് എന്ന് പറയുന്നത്, അപ്പം +2 കൊമേഴ്സ് അതല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ്, കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്റ്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡിലേക്ക് പെട്ടെന്ന് മാറാനായിട്ട് അത് അവർക്ക് ബുദ്ധിമുട്ടുമായിരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞു. കാരണം നമ്മുടെ ഇവിടുത്തെ പോലെ സ്പൂൺ ഫീഡിങ്ങും കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ തന്നെ അവിടെ ചെന്നിട്ട് പഠിക്കണം. അതായത് ഇന്ത്യക്ക് പുറത്ത് എവിടെ പ്രാക്ടിക്കലാണ്. അതെ, നമ്മൾ തന്നെയാണ് പഠിക്കേണ്ടത്. അപ്പം എനിക്ക് പറയാനുള്ള ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കേരളത്തിൽ എന്താണോ പഠിക്കുന്നത് അത് റിലേറ്റഡ് ആയിട്ട് തന്നെ പഠിക്കാൻ തോന്നും. എവിടെ പോയാലും ഇന്ത്യക്ക് പുറത്ത് എവിടെ പോയാലും. കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ ഇപ്പൊ ഏജൻസിക്ക് യൂണിവേഴ്സിറ്റിന്ന് ഇത് കിട്ടുമായിരിക്കും, കമ്മീഷൻ കിട്ടുമായിരിക്കും. അപ്പം ഏജൻസിക്കാർ പറയുന്നതൊന്നും നോക്കരുത്, നമ്മുടെ ഇതിന് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുക. നമുക്കും എയിം ഉണ്ടാവണം, നമ്മൾ എന്ത് പഠിക്കണം എന്താവണം എന്നുള്ളതൊക്കെ നമുക്കൊരു എയിം ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഷീബ ഫസ്റ്റ് എനിക്കൊന്ന് കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞത്, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഷീബയുടെ ബാച്ചിലേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മാസ്റ്റേഴ്സിന് എനിക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഒരു കോഴ്സ് ഒന്നും സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാര്യം ലിത്വേനിയ മാത്രമല്ല, യൂറോപ്യൻ യൂണിയനിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലെ ഒരു സിറ്റുവേഷൻ ഇത് തന്നെയാണ്. നിങ്ങളുടെ പ്രീവിയസ് ബാക്ക്ഗ്രൗണ്ട് ഏതാണോ ആ ബാക്ക്ഗ്രൗണ്ടിന് തുല്യമായിട്ട് പോകുന്ന മാസ്റ്റേഴ്സിനെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടില്ല. വെറുതെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ UK ആണെങ്കിൽ നമുക്ക് എന്ത് കോഴ്സ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. ഇപ്പൊ മാം എപ്പോഴും പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആയാലും ഈവൻ നമുക്ക് SMK യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ് ഉണ്ട്, KVK ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പ്രീവിയസ് ബാക്ക്ഗ്രൗണ്ട് മാച്ചിങ് ആയിട്ടുള്ള സബ്ജക്റ്റിന് മാത്രമേ ബാച്ചിലേഴ്സിന് അല്ലെങ്കിൽ മാസ്റ്റേഴ്സിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരു കുട്ടിക്ക് മെഡിസിൻ പഠിക്കാൻ ആഗ്രഹം കാണും, പക്ഷെ പറ്റില്ല. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാത്ത കുട്ടിക്ക് ഇൻഫർമാറ്റിക്സ് പഠിക്കാൻ താല്പര്യം കാണും. ഇൻ കേസ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് സബ്ജക്ട് വേണം, IT പഠിക്കണം. അപ്പൊ IT എക്സ്പെർട്ട് അല്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ചിലപ്പോൾ എൻട്രൻസ് എക്സാം പറയും. ഫിസിയോതെറാപ്പി എനിക്ക് ഓൾറെഡി ഫിസിയോതെറാപ്പി ചെയ്യാൻ ഏബിൾ ആണ് ഇവിടെ. കാരണം ഞാൻ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞു, പിന്നെ BA ഹിസ്റ്ററി 3 വർഷം കഴിഞ്ഞിട്ട് 2 വർഷം ഞാൻ BPED കോഴ്സാണ് ചെയ്തത്. അപ്പം BPED കോഴ്സ് ചെയ്ത ഒരാൾക്ക് ഫിസിയോതെറാപ്പി എന്തായാലും കിട്ടുമായിരുന്നു. പക്ഷെ അവിടുത്തെ ക്രെഡിറ്റ് പോയിന്റും നമ്മുടെ ഇതുമായിട്ട് മാച്ച് ആയില്ല. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു ഷീബയുടെ കേസിൽ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മള് റൈറ്റ് ആയിട്ടുള്ള ഗൈഡൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുള്ള കോഴ്സിന് നിങ്ങൾക്ക് ചേരാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് ശരിക്കും നടക്കില്ല. കാര്യം SKVC പ്രൊസീജിയേഴ്സ് ഉണ്ട്, ക്വാളിറ്റി ഇവാലുവേഷൻ ഉണ്ട്. നാട്ടിൽ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിന് സിമിലർ ആയിട്ടുള്ള കണ്ടന്റ്സുകളാണ് നിങ്ങൾ അവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പഠിക്കുന്നത് എന്നുള്ളതിന്റെ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്റ്റുഡൻറ്റിന് അവിടെ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. പ്രത്യേകിച്ചും നിങ്ങളുടെയൊക്കെ അഡ്മിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. വെറുതെ നമ്മൾ ട്യൂഷൻ ഫീ വളരെ കുറവാണ്. അത് കൂടാതെ ഒരുപാട് സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ ഷീബയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇറാസ്മസ് എന്ന് പറയുന്ന സ്കീമിനെ പറ്റി വീണ്ടും ഞാൻ ഓരോ വീഡിയോസിലും കുട്ടികളോട് പറയുന്നതിന്റെ റീസൺ ഇതാണ്. നമ്മുടെ പ്രൈമറി മോട്ടീവ് എന്താണ്? സ്റ്റഡീസ് ആണ്. അപ്പൊ നിങ്ങൾ പഠിക്കാൻ വരുന്ന സമയത്ത് ഷീബയുടെ പ്രോഗ്രാം 2 വർഷമാണ് മാസ്റ്റേഴ്സിന്റെ. ആദ്യത്തെ ഒരു സെമസ്റ്റർ LSU പഠിക്കുക, രണ്ടാമത്തെ സെമസ്റ്റർ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് ടൈപ്പുള്ള മറ്റ് യൂറോപ്യൻ യൂണിയൻ കൺട്രിയിൽ പോയി പഠിക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ യൂണിയന്റെ ഫണ്ടിങ് വിത്ത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സപ്പോർട്ട് ഇങ്ങോട്ട് മന്ത്ലി നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. ഈ സ്കീമാണ് എന്ത്? എറാസ്മസ്. ഒരു കുട്ടിക്ക് ഒരു സ്റ്റഡി ഡ്യൂറേഷൻ, അതായത് ബാച്ചിലറുകാർക്ക് 12 മാസം,
മാസ്റ്റേഴ്സ് ചെയ്യുകയാണെങ്കിൽ 12 മാസം, അതല്ലെങ്കിൽ PhD കാർക്ക് ആണെങ്കിലും 12 മാസം ഉണ്ട്. അപ്പം ഷീബ മാസ്റ്റേഴ്സ് ആണ്. 6 മാസത്തെ എറാസ്മസ് സ്റ്റഡീസ് ചെയ്യാം, 6 മാസത്തെ എറാസ്മസ് ഇന്റേൺഷിപ്പ് ചെയ്യാം. അപ്പൊ പല കുട്ടികളും ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് മറ്റ് രാജ്യങ്ങളിലായിരിക്കാം, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ കൺട്രീസിൽ. അപ്പൊ നിങ്ങളുടെ ഫാക്കൽറ്റിയിലും ഫാക്കൽറ്റി കോർഡിനേറ്ററോടും നിങ്ങൾക്ക് അവിടെ കരിയർ സെന്റർ ഉണ്ട്, കരിയർ സെന്ററിനോടും ഡിസ്കസ് ചെയ്തിട്ട് എപ്പോഴും കുട്ടികൾ പോകുന്ന കമ്പനികൾ അല്ലെങ്കിൽ ഏത് മേഖലയിലാണ്, ഏത് ഹോസ്പിറ്റലിലാണ് എന്നൊക്കെ നോക്കി ഇന്റേൺഷിപ്പ് കണ്ടുപിടിക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കുക. അപ്പൊ എന്ന് പറയുമ്പോൾ 12 മാസം ഫണ്ടിങ് കിട്ടി നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് എറാസ്മസിന്റേത്. അതുപോലാണ് നോർഡ് പ്ലസ്, NORDPLUS, നോർഡ് പ്ലസ്. അപ്പൊ നോർഡ് പ്ലസും ഇതുപോലെ തന്നെ ഒരു ഫണ്ടിങ് സ്കീമാണ്. അപ്പൊ ഇത് രണ്ടും യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ട്, മനസ്സിലായില്ലേ? എന്ന് പറയുമ്പോൾ ശരിക്കും ഈ ലിത്വേനിയയിൽ നിങ്ങൾ പഠിക്കാൻ വരുന്നു, ഒരുപക്ഷെ ഒരു 4 മാസം 5 മാസം നിങ്ങൾ ലിത്വേനിയ സ്പെൻഡ് ചെയ്യുന്നുള്ളതായിരിക്കാം. അടുത്ത സെമിസ്റ്റർ വേറെ എവിടെയെങ്കിലും ആണ്, അത് കഴിഞ്ഞിട്ട് അടുത്ത സെമിസ്റ്റർ മറ്റെവിടെയെങ്കിലും ആയിരിക്കും. അങ്ങനെയാണ് അത് പോകുന്നത്, മനസ്സിലാവുന്നുണ്ടോ? ഷീബയുടെ അക്കോമഡേഷൻ LSU യൂണിവേഴ്സിറ്റിയുടെ ഡോർമെറ്ററിയിലാണല്ലോ. ഒരു മാസത്തെ റെന്റ് എത്രയാണ്? ഒരു മാസത്തെ റെന്റ് 120 വരുന്നത്. നമുക്ക് റീഫണ്ട് എമൗണ്ട് കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് 240 യൂറോ അടയ്ക്കണം. കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് 240 അടയ്ക്കണം, തിരിച്ചു തരുന്ന പ്ലസ് 120. അങ്ങനെയാണോ? ഓക്കെ. അപ്പോ നിങ്ങൾക്ക് 120 യൂറോ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്രോക്സിമേറ്റ്ലി 10,500 സംതിങ് ആണ് ഇന്നത്തെ റേറ്റ് വെച്ച് വരുന്നത്. അപ്പം നമ്മള് ശരിക്കും കൊച്ചിയിൽ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തൊക്കെ താമസിക്കണമെങ്കിൽ തന്നെ ഒരു മാസം വാടകയും ഫുഡും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല പൈസയാകും. ഇത് യൂറോപ്പില് നമുക്ക് യൂണിവേഴ്സിറ്റിയില് നിങ്ങളുടെ ഹീറ്റിംഗ് ഫെസിലിറ്റി ഉണ്ട്, നിങ്ങളുടെ ഡബിൾ റൂം ആണ്, അപ്പൊ കൂടെ റൂംമേറ്റ് കൂടെ കാണും, ടേബിൾ ഉണ്ട്, നിങ്ങൾക്കൊരു ബെഡ് ഉണ്ട്, ബ്ലാങ്കറ്റ് ഉണ്ട്, പില്ലോ ഉണ്ട്, വൈഫൈ സിസ്റ്റം ഉണ്ട്, അതുകൂടാതെ കിച്ചൺ ഫെസിലിറ്റി ഉണ്ട്, റെഫ്രിജറേറ്റർ ഉണ്ട്. ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് 120 യൂറോ ഒരു മാസം സ്റ്റുഡൻസിന് റെന്റ് വരുന്നത്. കൂടാതെ നിങ്ങളുടെ ലിവിംഗ് കോസ്റ്റ്. അപ്പം എപ്പോഴും നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന സ്റ്റുഡൻസ്, ഇന്ത്യയിൽ നിന്ന് പോകുന്ന സ്റ്റുഡൻസ് കയ്യിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ് സ്പൈസസ്, പ്രഷർ കുക്കർ, എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻസ് വിത്ത് പ്രിസ്ക്രിപ്ഷൻ ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അറിയാം എല്ലാം തന്നെ ഞാൻ ചെയ്യും. ശിവ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നല്ലേ? ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് 2 ആഴ്ച ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ അത് ഡ്രോപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റഡീസിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ്. എന്താ അഡ്വൈസ് ആണ് ഷീബയ്ക്ക് ഫ്യൂച്ചർ സ്റ്റുഡൻസിനോടും പേരൻസിനോടും പറയാനായിട്ടുള്ളത്? ഇപ്പൊ പല യൂട്യൂബ് ചാനലുകാരും പലതും പറയുന്നുണ്ട്. നിങ്ങളിപ്പോ അത് ഏതൊരു കൺട്രിയിലായാലും കേരളക്കാരെ തന്നെയാണ്, നമ്മുടെ മലയാളികൾ തന്നെയാണ് മെയിൻ ആയിട്ട് ഓരോ കാര്യങ്ങൾ പഠിച്ചു വിടുന്നത്. ഞാനും കണ്ടിട്ടുണ്ട്, ഞാനും തളർന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ UK തന്നെ നിന്നിട്ടാണ് അവരിപ്പം UK കാര്യം പറയുകയാണെങ്കിൽ UK തന്നെ നിന്നുകൊണ്ട് അവർ പറയും കേരളത്തിലോട്ട് UK വരണ്ട. ഇപ്പൊ യൂറോപ്പിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലിത്വാനിയയിലോട്ട് വരണ്ട, ലാറ്റ്വിയയിലോട്ട് വരണ്ട, കാനഡ ചൂസ് ചെയ്യും, അങ്ങനെയൊക്കെ പറയും. പക്ഷെ നിങ്ങൾക്കൊരു മോട്ടീവ് ഉണ്ട്, നിങ്ങൾക്ക് എന്താവണം, എന്തായി തീരണം, നിങ്ങൾക്ക് എന്ത് പറ്റും, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പുറത്തേക്ക് പോയി പഠിക്കാനാണെങ്കിൽ ഇപ്പം എഫോർഡബിൾ ട്യൂഷൻ ഫീസ്, ലിവിംഗ് കോസ്റ്റ് ഇതൊക്കെ നോക്കണമെങ്കിൽ ലിത്വാനിയ നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ ഇത് കേൾക്കുന്ന പല സ്റ്റുഡൻസും കണ്ടിട്ടുണ്ടാവും, ലിത്വാനിയയിലേക്ക് വരണ്ട, ഇവിടെ പാർട്ട് ടൈം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇവിടെ ലിവിംഗ് കോസ്റ്റ് മീറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നിങ്ങൾ തന്നെ കേട്ടു. പക്ഷെ അത് അവരുടെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് എന്താവാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വിജയിക്കും. മനസ്സിലായി. അതായത് ഒരാഴ്ച ലീഗലി ഒരു സ്റ്റുഡന്റിന് ഒരാഴ്ച 40 മണിക്കൂർ പാർട്ട് ടൈം വർക്ക് ചെയ്യാനുള്ള ലീഗൽ പ്രൊവിഷൻ മാസ്റ്റേഴ്സിനും മാത്രമല്ല ബാച്ചിലേഴ്സിനും അങ്ങനെയാണ്. പുതിയ റെഗുലേഷൻ പ്രകാരം അങ്ങനെയാണ് ഈ ജനുവരി 2023 മുതൽ. അപ്പൊ ഇതിൽ തന്നെയും പല കുട്ടികൾക്കും പറ്റുന്ന ഒരു ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞാൽ ഈ പാർട്ട് ടൈം ചെയ്യാനായിട്ട് പോകുമ്പോൾ സ്റ്റഡീസ് സ്കിപ്പ് ചെയ്യുമ്പോൾ അറ്റൻഡൻസിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനെ അത് ഇൻഫോം ചെയ്യും. സ്റ്റുഡൻസ് വലിയ സീരിയസ് ആയിട്ട് ഫോക്കസ് ചെയ്യത്തില്ല. കുറെ തവണയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഡിപ്പോർട്ടേഷൻ അല്ലെ TRP കൊടുക്കാനൊന്നും യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്നുള്ള ഡോക്യുമെന്റ്സ് ഒന്നും തരത്തില്ല. പിന്നെ കുട്ടികൾ ഡിമോട്ടിവേറ്റഡ് ആകും. കൂടാതെ ഈ സ്കോളർഷിപ്പിനെ പറ്റിയൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികൾക്കും യാതൊരു ധാരണയില്ല. അപ്പൊ അങ്ങനെ ധാരണയില്ലാതെ വരുന്ന ഒരു സാഹചര്യത്തില് മുറിവൈദ്യം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. കുറച്ചറിയാവുന്ന ഒരാൾ എന്തൊക്കെയോ പറയുന്നു, അത് കേട്ടിട്ട് ബാക്കിയുള്ള സ്റ്റുഡൻസ് അത് ഫോളോ ചെയ്യുന്നു. എന്നാൽ ഇത്തരത്തിലെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി നേരത്തെ ഞാൻ നിങ്ങളോട് പറയുന്ന റീസൺ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കാര്യം നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും എന്താ പറയാ ഇങ്ങോട്ടും ഒക്കെ നടന്ന് സമയം കളയരുത്. നമ്മുടെ ടാർഗറ്റ്, നമ്മുടെ എയിം, നമ്മുടെ അച്ചീവ്മെന്റ് എന്താണ്, അതിനുള്ള എല്ലാ ഫെസിലിറ്റി അവിടെ ഉണ്ട്. നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെയാണോ ഇമ്മീഡിയറ്റ്ലി കോൺടാക്ട് ചെയ്യേണ്ടത്,
നിങ്ങളുടെ ഫാക്കൽറ്റിയിലെ ഇന്റർനാഷണൽ കോർഡിനേറ്റർ, അതിനും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംശയമുണ്ട്, എന്ത് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലും ഫസ്റ്റ് ഓരോ ഫാക്കൽറ്റിയിലും ഇന്റർനാഷണൽ കോർഡിനേറ്റർ ഉണ്ട്. ആ കോർഡിനേറ്റർ ആണ് റാസ്മസിന്റെ കാര്യവും നോട്ട് പ്ലസിന്റെ കാര്യവും. പിന്നെ നിങ്ങളുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. വെബ്സൈറ്റിൽ ഈ ആപ്ലിക്കേഷൻ കോൾസ് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ഇമെയിൽ ഐ ഡി ഉണ്ട്. ആ ഇമെയിൽ ഐ ഡിയിലാണ് എല്ലാ കമ്മ്യൂണിക്കേഷനും പോകുന്നത്. അപ്പോൾ പല കുട്ടികളും ഇതൊന്നും ചെക്ക് ചെയ്യത്തേ ഇല്ല, ഇങ്ങനെ ഒരു സിസ്റ്റം പോലും ഓപ്പൺ ആകത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം മിസ്സാകും. മിസ്സായി കഴിഞ്ഞിട്ട് പിന്നെ അപ്സെറ്റ് ആയിട്ട് ഒരു കാര്യമില്ല. അതാണ് മെയിൻലി ഒരു സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ മാമും സ്റ്റാഫും എല്ലാം അതായത് ടൈമിൽ തന്നെ സ്റ്റുഡൻസിനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ മെയിൽ ചെക്ക് ചെയ്യണം, മെയിൽ ഓപ്പൺ ആക്കി ഇടണം, ഈ മെയിൽ വന്നിട്ടുണ്ട്. പലപ്പോഴും മാം തന്നെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ സ്റ്റുഡൻസിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ റിപ്ലൈ കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗൈഡ് ചെയ്തിട്ടുണ്ട് മാം കറക്റ്റ് ആയിട്ട്. പിന്നെ പല കുട്ടികളുടെയും ഞാൻ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തപ്പോ കണ്ടതാണ് പല ഏജൻസികളും അവിടെ എത്തിയിട്ട് പിക്കപ്പിന് ആളില്ലാണ്ട് ബുദ്ധിമുട്ടുന്നതൊക്കെ. അപ്പൊ നമ്മുടെ അതായത് മാമിന്റെ കയ്യിൽ നിന്ന് പോയ ഒരു സ്റ്റുഡൻസിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. കാര്യം നമ്മൾ എയർപോർട്ടിൽ നിന്ന് അവർക്ക് ഹോസ്റ്റലിലേക്കുള്ള പിക്കപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് അതിന്റെ സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അതിന്റെ പേയ്മെന്റ് സ്റ്റുഡൻസ് തന്നെ പ്രൊസീഡ് ചെയ്യുക എന്നുള്ളതാണ്. കൂടാതെ യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, മെന്റേഴ്സ് എന്ന് പറയും, സീനിയർ സ്റ്റുഡൻസ്. ആ സ്റ്റുഡൻസ് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മളെപ്പോഴും ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കണം സ്റ്റുഡൻസുമായിട്ടും. നമ്മൾ ഫോറിൻ കൺട്രിയിലാണ് പോകുന്നത്, നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ മാത്രം ഒരു ഗ്രൂപ്പിൽ പെടാനുള്ള നമ്മളൊരു ഹയർ എഡ്യൂക്കേഷന് പോകുന്നത്. നിങ്ങളെല്ലാ കുട്ടികളുമായിട്ടും പല രാജ്യത്തിലെ സ്റ്റുഡൻസ് ഉണ്ട്, കൾച്ചറൽ അഡാപ്റ്റേഷൻ ഉണ്ട്, എഡ്യൂക്കേഷണൽ അഡാപ്റ്റേഷൻ ഉണ്ട്, ഫുഡ് അഡാപ്റ്റേഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്യാനായിട്ട് ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ തീർച്ചയായിട്ടും മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഒരു കൺസൾട്ടന്റ് എന്നുള്ള നിലയ്ക്ക് എപ്രകാരമാണ് ഷീബയ്ക്ക് വേണ്ട സപ്പോർട്ടുകൾ എനിക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടുള്ളത്? എനിക്ക് കിട്ടിയിരുന്ന ഇൻഫോർമേഷൻ എല്ലാം കറക്റ്റ് തന്നെയായിരുന്നു. കാരണം എന്റെ ഫ്രണ്ട്സ് ഇപ്പോഴും TRP സബ്മിഷനും കാര്യങ്ങൾക്കൊന്നും പോവാതെ ഒക്ടോബർ 1 ക്ലാസ് തുടങ്ങാണ്. അവർക്ക് ഇതൊരു അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോ അവര് ബുദ്ധിമുട്ടുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ മാമിന്റെ ഭാഗത്തു നിന്ന് എല്ലാം, അതായത് എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്ര പെട്ടെന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ കേസിൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഒരു ലാഗ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഫീസിന്റെ കാര്യം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന് പെട്ടെന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ അപ്ലൈ ചെയ്തത് കാരണം ഫീസിന്റെ വേരിയേഷൻസ് വന്നത് കാരണം കുറെ ലാഗ് വന്നിരുന്നു. അതല്ലാണ്ട് അതായത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ലാഗ് വെച്ച് കഴിഞ്ഞാൽ മാമിന്റെ ഭാഗത്തു നിന്ന് എല്ലാം കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷൻസും കാര്യങ്ങളും എല്ലാം എല്ലാം കറക്റ്റ് സമയത്ത് തന്നെ എല്ലാം ചെയ്തിരുന്നു. അപ്പം ഇത്രയും കുട്ടികളുടെ മെയിൽസും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് മാം തന്നെയാണ്. എനിക്ക് തന്നെ പലപ്പോഴും ഇത് തോന്നിയിട്ടുണ്ട്. കാരണം അതായത് ഒരു മെയിലിൽ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് അപ്ഡേഷൻ തരുന്നുണ്ട് മാം. അപ്പം അത് വലിയൊരു കാര്യമാണ്. പല കുട്ടികളും മെയിലൊന്നും ചെക്ക് ചെയ്യാണ്ട് അങ്ങനെ പോയിട്ടുണ്ട്. കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ ഒരു കൺസൾട്ടന്റ് സൈഡിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാവിധ സപ്പോർട്ടും ഷീബയ്ക്ക് നൽകിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അവിടെ എത്തിക്കഴിയുമ്പോൾ ഇതുപോലെ ഹയർ എഡ്യൂക്കേഷൻ നോക്കുന്ന LSUലേക്ക് വരുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു മെന്റർ ആവാനായിട്ട് സാധിക്കട്ടെ. ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഷീബ. കൂടാതെ എനിക്ക് പുതിയ സ്റ്റുഡൻസിനോട് പറയാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, 2024 ഫെബ്രുവരി 1 മുതൽ ലിത്വേനിയയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പുതിയ പ്രോഗ്രാംസുകൾ ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ സെപ്റ്റംബർ 1 മുതൽ തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ SMK യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ്, ASU, ക്രൈപേദ യൂണിവേഴ്സിറ്റി, BME ഉടനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ മാനേജ്മെന്റ്, ഇൻഫർമാറ്റിക്സ്, അതിപ്പോ BBA ആയാലും MBA ആയാലും, കൂടാതെ പബ്ലിക് ഹെൽത്ത്, അതല്ലെങ്കിൽ സോഷ്യൽ വർക്ക്, ടൂറിസം സ്റ്റഡീസ് തുടങ്ങിയ നിരവധിയായിട്ടുള്ള പ്രോഗ്രാംസിന് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. TRP പ്രൊസീജിയർ എന്ന് പറയുന്നത് സമയമെടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്, നല്ല ക്ഷമ വേണ്ട ഒരു പ്രൊസീജിയറാണ്. തീർച്ചയായിട്ടും കറക്റ്റ് ആയിട്ട് സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യുക, നമ്മൾ തരുന്ന ഗൈഡൻസുകൾ ഫോളോ ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഫെബ്രുവരി 1 മുതൽ 2024 ഫെബ്രുവരി 1 മുതൽ ലിത്വേനിയയിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമയം കളയാതെ ചുവടെ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്റെ സ്റ്റുഡൻസിന്റെ ഇന്റർവ്യൂ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാവുന്നതിന് വേണ്ടിയാണ്. വിവിധ യൂണിവേഴ്സിറ്റിയും അതിലെ ഒഫീഷ്യൽസും ആയിട്ടുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് കാണുക, മനസ്സിലാക്കുക, സിസ്റ്റം മനസ്സിലാക്കുക.
എന്നിട്ടൊരു റൈറ്റ് ഡിസിഷൻ എടുക്കുക. മിനിമം എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ SSLC +2 തലത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 62 to 65% പ്ലസ് ലാംഗ്വേജ് ഫ്ലുവൻസി, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻസി ഉണ്ടായിരിക്കണം. നല്ല മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സ്റ്റഡി പർപ്പസ് ആയിരിക്കണം. നിങ്ങളുടെ വിസിറ്റ് ടു ലിത്വാനിയ എന്ന് പറയുന്നത് സ്റ്റഡി പർപ്പസ് ആയിരിക്കും, അല്ലാതെ ഒരു മൈഗ്രേഷൻ എങ്ങനെയെങ്കിലും എങ്ങോട്ടെങ്കിലും പോകണോ അങ്ങനെ ഒരു തോട്ടല്ല. നമ്മൾ സ്റ്റഡി പർപ്പസ് ആണ്, ഹയർ എഡ്യൂക്കേഷൻ.